ഡാ നീ വായോ, നമുക്ക് അവിടെ കയറാം. നിനക്ക് വല്ല വട്ടുണ്ടോ? എടി, അവിടേക്ക് മുടിഞ്ഞ പൈസയാ. അവിടുന്ന് എന്തെങ്കിലും എടുത്താലേ നമ്മുടെ വീട് പണയം വെക്കേണ്ടി വരും. നീങ്ങ് വന്നേ, നമുക്ക് നമ്മുടെ സാധാരണ ഷോപ്പ് മതി. വാ വാ. എടി പൊട്ടി, ഞാൻ അവിടെ പോയി സാധനങ്ങൾ മേടിക്കാമെന്നല്ല ഉദ്ദേശിച്ചത്. പിന്നെ നീ ഒരു മൈലപ്പുറത്തായി പോയി നിന്നാലേ ഞാൻ സ്പീക്കർ വെച്ച് പറയണോ? ഒന്ന് ഇങ്ങോട്ട് പാടി ദരിദ്രവാസി. അയ്യോ ചോറി, അവളുടെ ഒരു ചോറി. ഒന്ന് ഇങ്ങോട്ട് വാടി മാറണമേ. യെസ്, പറഞ്ഞോളൂ പാർട്ട്ണർ. എടി, അതായത് ഈ ഷോപ്പിംഗ് മാളിൽ ഭയങ്കര തിരക്കാണല്ലോ. അതെ, അപ്പം നമ്മൾ അവിടെ കയറുന്നത് ആരും ശ്രദ്ധിക്കില്ലല്ലോ. ഇല്ല. ഓ ഇല്ല, ആരും ശ്രദ്ധിക്കില്ല. അപ്പം നമ്മൾ അവിടെ കയറി ചുമ്മാ അതിക്കൂടെ ഒക്കെ ചുമ്മാ തെണ്ടി തിരിഞ്ഞ് കണ്ട ഡ്രസ്സൊക്കെ ചുമ്മാ നോക്കി, ഓരോ സാധനങ്ങളും എടുത്ത് ചുമ്മാ നോക്കി ഇങ്ങോട്ടൊന്നും അറിയാതെ ഇറങ്ങി പോരണം. എപ്പടി എൻ്റെ ബുദ്ധി. നീ ഒരു കില്ലാടി തന്നെ. അതിനവളില്ലാത്ത കോളർ പൊക്കി കാണിച്ചു. മതി, ഇങ്ങോട്ട് വാ, നമുക്ക് പോവാം. ആ സമയത്താണ് നമ്മുടെ നായകനും ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. എടി, ആ ഡ്രസ്സ് എടുത്തേ. ഇതാണോ? ആ, അത് തന്നെ. പവിക്ക് ആ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എടി, ഇത് ഞാനൊരു പ്രാവശ്യം ഇട്ട് നോക്കിക്കോട്ടെ. നിനക്ക് വല്ല വട്ടുണ്ടോടി? നമ്മൾ എടുക്കുന്നില്ലാത്ത സാധനം നീ ഇട്ട് നോക്കണം എന്തിനാ? എടി, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്ന് പോ പവി, നീ അതവിടെ വെച്ചിട്ട് വന്നേ. എടി പ്ലീസ് പ്ലീസ്, ഒരു പ്രാവശ്യം. ഇവള് ഒരു പ്രാവശ്യം പെട്ടെന്നിട്ട് പെട്ടെന്ന് മാറ്റിക്കൊള്ളണം. താങ്ക് യു ഡി മുത്തേ. പവി ആ സമയം ആ ഡ്രസ്സും എടുത്ത് ഡ്രസ്സിങ് റൂമിലേക്ക് പോയി. ഡാ ഗിരി, ഏത് ഡ്രസ്സാണ് ഇടണ്ടേ? ഡാ, നീ ഒന്നില്ലെങ്കിലും ഒരു സാറൊക്കെ അല്ലേ, 2 വൈറ്റ് ഷർട്ട് എടുത്തോ. എന്നാ പിന്നെ ഇത് നോക്കിക്കേ, എങ്ങനെയുണ്ട്? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പോയി ഒന്ന് ഇട്ട് നോക്കട്ടെ. പിന്നെ ദേ, ഞാൻ ആ ഗേൾസിൻ്റെ ആ സെക്ഷനിലുണ്ടാകും. നീ എന്തിനാ അങ്ങോട്ട് പോണേ? സത്യം പറ, ആർക്കാ? ഓ, ഇവൻ പാറുമ്മ പറഞ്ഞിട്ടാ. അതെന്തിനാവോ? എനിക്കൊന്നും അറിയൂല. അതിന് നിനക്ക് സെലക്ട് ചെയ്യാൻ അറിയോ? ഇല്ല, അവൻ വിളിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ എങ്ങനെ? അത് പാറുമ്മ വീഡിയോ കോൾ വിളിച്ച് ഒരെണ്ണം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് അവിടെ വെച്ച് അത് പോയി എടുക്കാനാ. എന്നാൽ ശരി, ചെല്ല് എൻ്റെ പൊന്നടിയ. അത് കൂടെ ഒത്തിരി പെണ്ണുങ്ങൾ പോകും. നിന്റെ കോഴിക്കൂട്ടിൽ നിന്ന് ഒരെണ്ണമെങ്കിലും പുറത്ത് ചാടിയാലേ നിന്റെ അന്ത്യം എൻ്റെ കൈകൊണ്ടായിരിക്കും. ഒന്ന് പോടാ, എനിക്കറിയാം നീ തമാശിച്ചതായെന്ന്. തമാശിച്ചതല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഇനി ഇവിടെ നിന്നാൽ എൻ്റെ അന്ത്യം നടക്കും. ഗിരി സ്കൂട്ടായി. ബുദ്ധിയില്ലാത്ത കുട്ടിയാ, പറഞ്ഞ പോലെ ചെയ്യും. അല്ലാണ്ട് എനിക്ക് പേടിയൊന്നും ഇല്ലാട്ടോ, ഗിരി മനസ്സിൽ ചിന്തിച്ചു. ഞാൻ പോയി ഒന്ന് ഇട്ട് നോക്കട്ടെ. എന്ന് ഞാനങ്ങോട്ട്. ശരി, പറഞ്ഞത് മറക്കണ്ട. ഓ ശരി തമ്പുരാനെ. നീ ഡ്രസ്സിങ് റൂമിലേക്കും ഗിരി കോഴിക്കൂടടച്ച് ഗേൾസിൻ്റെ സെക്ഷനിലേക്കും പോയി. എൻ്റെ കണ്ണ, ഇത് എങ്ങനെ ഞാനിടും? ഇതാണെങ്കിൽ തപ്പിയിട്ട് കിട്ടണമില്ല. കിട്ടി. പാവം പവി ആ ഡ്രസ്സ് ഇടണതാ. ഇത് കുഴപ്പമില്ല, ഇത് രണ്ടും എടുക്കാം. നീൽ മനസ്സിലും. പവി ആ ഡ്രസ്സിട്ട് പുറത്തേക്ക് വന്നു. അന്നയെ അന്വേഷിച്ചു. അവൾ അവിടെ നിൽക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോൾ അവളുടെ ഫോൺ എടുത്ത് ചറപറ സെൽഫി എടുത്തു. അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ ഡോറ് തുറക്കുന്ന സൗണ്ട് കേട്ടത്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ദേ നിൽക്കണ് എൻ്റെ ഫസ്റ്റ് കിസ് എടുത്തവൻ. എൻ്റെ ഫസ്റ്റ് കിസ് എടുത്തവൻ ഇയാളെന്താ ഇവിടെ? ഇനി എന്നെ അന്വേഷിച്ച് പകരം വീട്ടിൽ വന്നതാണോ? അങ്ങനെയൊന്നും അല്ലായിരിക്കും. ഇയാളെ ഒന്ന് മൈൻഡ് ചെയ്യാനാലോ. കണ്ണ, ഇനി ഇയാളുടെ കണ്ണടിച്ചു പോയോ? കാണാൻ എന്ത് ലുക്കാ. അയ്യോടാ, ഇനി കണ്ണുപൊട്ടനായി പോയില്ലേ? ഇയാളുടെ കാര്യം തീർന്നു. കണ്ണുപൊട്ടൻ നിന്റെ അച്ഛൻ. അത് കേട്ട് പവിയുടെ കിളികൾ പോയി. ഞാൻ മനസ്സിൽ പറഞ്ഞത് ഇയാൾ എങ്ങനെ കേട്ട്? ഞാൻ പറഞ്ഞതിൻ്റെ സൗണ്ട് കൂടിപ്പോയി. നശിപ്പിച്ചു. എന്താടി നീ കിടന്ന് പിറുപിറുക്കുന്നേ? അയ്യോ പെർഫ്യൂം ചേട്ടാ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, സോറി. അറിയാതെ ആണോടി നീ ഇത്രയും പറഞ്ഞേ? ഡോ, താനിതെങ്ങോട്ടാടോ കയറിപ്പോണേ? ഞാൻ സോറി പറഞ്ഞില്ലേ, പിന്നെന്താ? ഓഹോ, ഇവിടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഡീ പെണ്ണെ, നീ അല്ലടി അന്ന് എൻ്റെ മേത്തേക്ക് വീണേ. ഇയാൾക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പവി മനസ്സിൽ ചിന്തിച്ചു. താനല്ലേ എന്നെ ഇടിച്ചിട്ട് ഇയാൾ കാരണം എൻ്റെ ഫസ്റ്റ് കിസ്സാ പോയേ. അയ്യേ, ഈ ബുദ്ധിനിക്ക് നാണമില്ലേ? ഡീ ഒന്ന് പോടോ, ഇയാൾ പേടിപ്പിച്ചാൽ ഞാൻ പേടിക്കുന്നല്ലേ. അതും പറഞ്ഞ് മാസമായിട്ട് അയാളെ മറികടന്ന് നടന്നപ്പോഴതേ കിടക്കണു നടുവും തല്ലി. സബാഷ്. നീലാണെങ്കിൽ അത് കണ്ട് ഒടുക്കത്തെ ചിരി. ചിരിച്ചോണ്ടിരിക്കാതെ ഒന്ന് സഹായിക്കൂടെ കാലമാടാ. നീലെന്തോ ചിന്തിച്ചു കഴിഞ്ഞ് അവൾക്ക് കൈ കൊടുത്തു. അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. അപ്പോൾ പവയ്ക്ക് എന്തോ പോലെ തോന്നി. പക്ഷെ അത് കാര്യമാക്കാതെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അവൾ പകുതി എഴുന്നേറ്റ് വന്നപ്പോഴേക്കും നീൽ അവൻ്റെ കൈ വിട്ടു. അവൾ വീഴാൻ പോയപ്പോൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചു.
ദേ കിടക്കണ രണ്ടും. അന്നത്തെ പോലെ തന്നെ വീണപ്പോൾ അവരുടെ ചുണ്ടുകൾ തമ്മിൽ വീണ്ടും കൂട്ടിയിടിച്ചു. പാവം പവി കാലിൻ്റെ അടിയിൽ നിന്നൊരു എർത്ത് പോകുന്ന പോലെ തോന്നി. അപ്പോൾ തന്നെ ചാടി എഴുന്നേറ്റു. നീലും എഴുന്നേറ്റ് അവൾ അവൻ്റെ മുഖത്തൊരു തല്ല് കൊടുത്തു. വേഗം ഡ്രസ്സിംഗ് റൂമിൽ കയറി വാതിലടച്ച് ഡ്രസ്സ് മാറി കുറേ നേരം വെയിറ്റ് ചെയ്തു. നീൽ പോകാൻ വേണ്ടിയാണേ. അവൻ അവളുടെ ചുണ്ടിൽ ചുണ്ട് വന്നിടിച്ചപ്പോൾ ആകെ മരവിച്ചു പോയിരുന്നു. പിന്നെ അവൾ ഒരെണ്ണം തന്നപ്പോഴാ സ്വബോധത്തിൽ വന്നത്. അന്നേരം നോക്കുമ്പോൾ അവൾ ഒറ്റ ഓട്ടം ഓടി. നീലിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൾക്കിട്ട് ഒരെണ്ണം കൊടുത്തിട്ടേ പോകൂ എന്ന് വിചാരിച്ച് അവൾ ഇറങ്ങാൻ വെയിറ്റ് ചെയ്തു. അവളിപ്പോൾ എന്തിനാ എന്നെ അടിച്ച്? അവളല്ലേ എന്നെ പിടിച്ചു വലിച്ചത്. എല്ലാവരുടെയും മുൻപിൽ അവൾ എന്നെ നാണം കെടുത്തി. അവളൊന്ന് ഇറങ്ങി വരട്ടെ. നീൽ മനസ്സിൽ ആലോചിച്ചു. ഡാ നീലെ, ദാ പാറുമ വിളിച്ചു. പോണ്ടേ, നീ ഇങ്ങോട്ട് വാ. ദാ വരുന്നു. നീലും പോയി. ഇതെവിടെ പോയി? ഡി പവി, നീ എന്താ അവിടെ ഇരുന്ന് ഒളിച്ച് കളിക്കുവാണോ? ഏയ് ഒന്നുമില്ല. എന്നാ വാ പോവാ. നീ എന്താടി ഏനിക്കുത്ത് നടക്കണേ? കാലിന് എന്ത് പറ്റിയേ? എടി ഒരു മരപ്പട്ടി എന്നെ തള്ളിയിട്ടിട്ട് ഓടിയതാടി. ആ സാരല്ല, നീ വാ. ഇതാണ് അന്നമ്മ അന്ന് നടന്നത്. ഡി, നീ എന്തിനാ അയാളെ തല്ലിയത്? ആവോ, എനിക്കറിയില്ല. ഞാൻ ആ ഫ്ലോയിൽ ചെയ്തതാ. ബെസ്റ്റ്. എടി നിനക്കൊക്കെ ഫ്രീ ആയിട്ട് 2 കിസ് കിട്ടിയില്ലടി. എനിക്കൊന്ന് പേരിന് പോലും ഒരു പട്ടിക്കുഞ്ഞു പോലും തന്നിട്ടില്ലാന്ന്. ഓ ഈ അലവലാതി. എടി എന്നാലും എൻ്റെ ഫസ്റ്റ് കിസ് പോയടി. അവൾ കിടന്ന് മോങ്ങാൻ തുടങ്ങി. ഡി അതൊക്കെ വിട്, കല്യാണം മുടക്കണം. ഇനി എന്താ ചെയ്യണേ? ആവോ മോനെ, നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അച്ഛൻ തീരുമാനിച്ചോ? അതുപോലെ ഞാൻ ചെയ്യാം. പിന്നെ അച്ഛ, ആ പെണ്ണിൻ്റെ നമ്പർ എനിക്ക് വേണം. മധു ഒന്ന് ആലോചിച്ചിട്ട് ശരിയെന്ന് പറഞ്ഞു. നീലിൻ്റെ വീട്ടിൽ. ഡാ ഗിരി. അയ്യോ പോയി, എൻ്റെ പഴംപൊഴി പോയി. എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചെന്ന് മനസ്സിലായില്ല. ആരും ടെൻഷൻ ആകണ്ട. സംഭവം വേറൊന്നുമല്ല. നീൽ വന്നപ്പോൾ നമ്മുടെ ഗിരി കൊതിച്ചു വായിലേക്ക് ആകെ ഉണ്ടായിരുന്ന പഴംപൊഴി തിന്നാൻ പോയതാ. നീൽ വന്ന് ഗിരി വിളിച്ചപ്പോൾ അവൻ ചെറുതായിട്ട് വലുതായി പേടിച്ചു പോയി. മരമാക്രി, നിനക്ക് എന്തിൻ്റെ കേനക്കേടാണ് സാമദ്രോഹി? നോറ്റ് തിന്നാൻ വെച്ചതാ, എല്ലാം നശിപ്പിച്ചു. നിനക്കതിനെ കിട്ടൂടെ പണ്ടാറമേ. ഗിരി ഭയങ്കര ഫീലിംഗ് ആണ്. പുറകിൽ നിന്ന് റിയാക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഗിരി ചെറുതായി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ട കാഴ്ച കണ്ട് നമ്മുടെ ഗിരി ചെറുതായി അധികം പേടിച്ചു. കണ്ണൊക്കെ ചുമന്ന് മുഷ്ടി ചുരുട്ടി ദേഷ്യം കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന നീലിനെയാണ് കണ്ടത്. എൻ്റെ ഈശ്വര, ഞാനതിന് അവനെ അടിച്ചൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞതിന് എന്നെ കൊല്ലാനുള്ള ചാൻസ് ഉണ്ട്. ഈശ്വര, എന്നെ നീ തന്നെ കാത്തോളണേ. ഞാൻ പറഞ്ഞതിന് ഇവൻ ഇത്രയ്ക്ക് ദേഷ്യപ്പെട്ട് നിൽക്കാൻ വഴിയില്ലല്ലോ. പിന്നെ എന്താണാവോ കാര്യം? ഡാ, ഇന്നെന്താ പ്രോബ്ലം? എന്തേ ആ പെണ്ണിന് മുടിയില്ലേ? അതോ മോഡേൺ പെണ്ണാണോ ഇന്ന് നീ കണ്ടുപിടിച്ച പ്രശ്നം? കാര്യം വേറൊന്നുമല്ല. നീലിനെ മധുവും പാർവമയും കൂടി കുറെ കല്യാണാലോചനയ്ക്ക് കൊണ്ടുപോകും. അവനാണെങ്കിൽ ഓരോരോ കുറ്റം കണ്ടുപിടിച്ചു മുടക്കും. എന്നിട്ട് വന്ന് ഗിരിയുടെ അടുത്ത് ദേഷ്യപ്പെടും. ഗിരിക്ക് അവനെ മനസ്സിലാകുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. അവൻ്റെ പാസ്റ്റും അവനറിയാം. അതല്ലട കാര്യം, ആ പീറ പെണ്ണില്ലേ, അവളെയാ ഞാനിന്ന് പെണ്ണ് കണ്ടേ. നീ ഇത് ആരുടെ കാര്യം പറയണ നീലേ? ഡാ, അന്ന് മോളിൽ വെച്ചുണ്ടായ സംഭവം ഇല്ലേ, ആ പെണ്ണ്. ഏത്? നീ പറഞ്ഞ ആ കിസ് പെണ്ണോ? ആ കാലമാടത്തി തന്നെ. വാവ്, സൂപ്പർ. എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഒന്നുമില്ലെങ്കിലും നിന്നെ ആദ്യമായിട്ട് അടിച്ചത് അവളല്ലേ? പന്ന മോനെ, അവളെ നിനക്ക് കാണണോടാ ശവമേ. ഈശ്വര, ഇതിനു മാത്രം ഞാൻ തെറ്റുകാരനാണോ? എന്തിനാ ദൈവമേ ആവശ്യമില്ലാത്ത സമയത്ത് കൃത്യമായിട്ട് എനിക്ക് ആ ഡയലോഗ് പറയാൻ തോന്നിയേ? എൻ്റെ വിധി ചെറുപ്പം തൊട്ട് അനുഭവിക്കുന്നതാ. പാവം ഞാൻ. ഗിരി മനസ്സിലോർത്തു. ഡാ, അതല്ലടാ ഞാൻ ഉദ്ദേശിച്ചത്. അവളെ കണ്ടിട്ട് എനിക്ക് ഒരെണ്ണം കൊടുക്കാനാ. നീ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. എനിക്ക് മനസ്സിലായി, ആദ്യമായിട്ട് നീലിനെ അടിച്ചത് അവളാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് നിനക്കുണ്ട്. അത് എനിക്ക് മനസ്സിലായി. അവൾ കാരണം വന്ന് എനിക്ക് പോകാൻ പറ്റാതിരുന്നേ. അതൊക്കെ ശരി, ബട്ട് അവൾക്കറിയില്ലല്ലോ നീ മറ്റവളെ കാണരുതെന്നാണ് വിധി. അതാണ് അങ്ങനെയൊക്കെ സംഭവിച്ചേ. അതിനവളെ കുറ്റം പറയാൻ പറ്റൂല. എടാ, എല്ലാം വിധിയുടെ മേലേക്കിടല്ലേ. അവള് അന്ന് കോളേജിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എനിക്കവിടെ പോകാമായിരുന്നു. അവൾ എന്നെ തകർക്കാൻ വേണ്ടി വന്ന് രാക്ഷസിയ. മാത്രമല്ല, അവള് കാരണം ഞാനൊരു ദിവസം ഉറങ്ങിയിട്ടില്ല. അതറിയോ നിനക്ക്? അതെന്താടാ ഉറങ്ങാൻ പറ്റാത്തേ? ആ പെണ്ണും പിള്ള വന്ന് വീണന്ന് രാത്രി നടുവേദന എടുത്ത് കിടന്ന് പുളയുമായിരുന്നു ഞാൻ. നിനക്കറിയോ? അയ്യേ, ഈ ചെറിയ കാര്യത്തിന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ബട്ട് അവള് കാരണം എൻ്റെ യാത്ര മുടങ്ങിയതോ? നിനക്ക് ആ പെണ്ണും പിള്ളനെ കാണാൻ വേണ്ടിയല്ലേ? ആ കാര്യത്തിൽ ഞാൻ അവളുടെ ഒപ്പമാ. അവൾക്ക് ഒരബദ്ധം പറ്റിയതല്ലേ?
എന്നാലും ആ കീർത്തി എന്താ പറയാൻ വന്നത് എന്ന് അറിയാൻ പറ്റിയില്ലല്ലോ. അവൾ എന്തെങ്കിലും കാട്ടട്ടെ, നീ അത് വിട്. എങ്ങനെയാ അപ്പോൾ കാര്യങ്ങൾ? ഇതും നീ മുടക്കിയല്ലേ? ഡാ, ഞാൻ അവളോട് ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അവളെ കെട്ടിയിട്ടേ അടങ്ങൂ എന്ന് പറഞ്ഞു. നീ എന്തിനാ അങ്ങനെ പറഞ്ഞേ? അവൾ പറഞ്ഞു മര്യാദയ്ക്ക് കല്യാണത്തിന് പിന്മാറണമെന്ന്. അവളുടെ അഹങ്കാരം കണ്ടിട്ട് ഞാൻ അവളെ തന്നെ കെട്ടാന്ന് വെല്ലുവിളിച്ചൂടാ. സബാഷ്. അത് പറഞ്ഞ് ഗിരി സോഫയിലേക്ക് ഒറ്റയിരുത്തും. നീലും അവൻ്റെ അടുത്ത് വന്നിരുന്നു. ഇനി ഞാനെന്താ ചെയ്യടാ? ഓരോന്നൊപ്പിച്ച് വെച്ചിട്ട് എന്നോടാണോ ചോദിക്കണേ? ഞാൻ അവളുടെ നമ്പർ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. എന്നാ അവളെ വിളിച്ച് കാര്യം പറ. ആ, അതാ നല്ലത്. ഡാ, അല്ലെങ്കിൽ നീ അവളെ കെട്ടിക്കോടാ. അച്ഛനും പാറുമ്മയും പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അവൾ നിനക്ക് പറ്റിയ പെണ്ണ് തന്നെയാ. ചി, നിർത്തടാ. ഒരു പെണ്ണ്, അതും എനിക്ക് ആ സാധനത്തിന് കണ്ണെടുത്ത കണ്ടൂടാ. അവളെ ഒരിക്കലും ഞാൻ ഭാര്യയായിട്ട് കരുതിയിട്ടില്ല. അവളുടെ സ്വഭാവം നിനക്കറിയാത്തോണ്ടാ. അത് നിനക്കറിയോ? എന്ത്? അവളുടെ സ്വഭാവം? അങ്ങനെ ചോദിച്ചാൽ അവൾ എൻ്റെ മുന്നേ കാട്ടിയ സ്വഭാവമൊന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. അതിന് അവൾക്ക് ഒരബദ്ധം പറ്റിയതല്ലേ. ഇനി നീ എന്ത് പറഞ്ഞാലും ഞാൻ അവളെ സ്നേഹിക്കില്ല. അവളെ മാത്രമല്ല, വേറെ ആരെയും സ്നേഹിക്കില്ല. നീ എന്തെങ്കിലും ചെയ്യുക. എനിക്ക് പാറുമ്മയോട് പറഞ്ഞ് കുറച്ച് പഴംപൊരി ഉണ്ടാക്കണം. നീ കാരണം എൻ്റെ പാവം പഴംപൊരി പോയി. നീൽ അവനെ ഇതെന്ത് സാധനം എന്ന രീതിയിൽ നോക്കിയിട്ട് റൂമിലേക്ക് കയറിപ്പോയി. ഗിരി താഴേക്കും. എനിക്ക് അവളെ ഒരിക്കലും ഭാര്യയാക്കാൻ കഴിയില്ല. മാത്രമല്ല, എനിക്കിപ്പോൾ അവളോട് വെറുപ്പും. ഞാൻ അവളെ വിളിച്ച് കാര്യം പറയാം. നീൽ മനസ്സിൽ ആലോചിച്ചു. ഡി, പാട്ട് കേട്ട് നിൽക്കാതെ ഫോൺ എടുക്കടി. ഓ അമ്മ, ഞാൻ മറന്നുപോയി, സോറി. മോളെ, ഒന്ന് പോയി ആ ഫോൺ എടുക്ക്, അല്ലെങ്കിൽ അത് കട്ടായി പോകൂടി. സോറി അമ്മ, ഞാൻ വീണ്ടും മറന്നു. പവി അൺനോൺ നമ്പർ കണ്ട് ആരാണെന്ന് സംശയിച്ച് വീണ്ടും എടുത്ത് ബാൽക്കണിയിലേക്ക് പോയി. ഹലോ, ആരായത്? ഇത് ഞാനാ, നീൽ. താൻ എന്താണോ ഇങ്ങോട്ട് വിളിക്കണേ? ഇനിയും എന്നോട് ദേഷ്യപ്പെടാനാണോ? ഇയാൾക്ക് മാത്രമല്ല, എനിക്കും ദേഷ്യപ്പെടാൻ അറിയും കേട്ടോളൂ. എന്നെ കല്യാണം കഴിക്കാമെന്നൊരു വ്യാമോഹം വേണ്ട. ഞാനത് എങ്ങനെയെങ്കിലും മുടക്കും കേട്ടോ. ഡ കഴുതേ, തൻ്റെ ഗ്ലാമർ കാണുമ്പോൾ ഒലിപ്പിച്ച് നടക്കുന്ന പെൺപിള്ളേരെയാ താൻ കണ്ടിട്ടുള്ളൂ. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടണ്ട കേട്ടോളൂ. ചി, നിർത്തടി കുരങ്ങി. നീയുമായിട്ടുള്ള കല്യാണം വേണ്ടെന്ന് വെക്കാൻ വേണ്ടി വിളിച്ചതാടി. നിന്റെ അഹങ്കാരത്തിന് ഞാൻ നിന്നെ കെട്ടുവടി. ഇത് എൻ്റെ വാശിയായിപ്പോ. നിന്നെ കെട്ടി 6 മാസം കഴിഞ്ഞ് ഞാൻ നിന്നെ വേണ്ട എന്ന് വെക്കുവടി. എൻ്റെ കൃഷ്ണ, എനിക്ക് എന്തിൻ്റെ കേടായിട്ടാ ഞാൻ അങ്ങനെ പറഞ്ഞേ? ഹലോ പെർഫ്യൂം ചേട്ടാ, അത് പിന്നെ ഞാൻ. ഫോൺ വെച്ചോ? എൻ്റെ കൃഷ്ണ, എനിക്കാണെങ്കിൽ വട്ടു പിടിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഷോപ്പിങ്ങും പർച്ചേസിങ്ങും അങ്ങനെ ഓരോ ദിവസം കടന്നുപോയി. നീലിനിത് മുടക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ സന്തോഷം കാണുമ്പോൾ നിസ്സഹായനായിരിക്കാൻ മാത്രമേ അവനെ കൊണ്ട് പറ്റിയിരുന്നുള്ളൂ. ഗിരി അവനെ മാക്സിമം സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നമ്മുടെ പവിയാണെങ്കിൽ അച്ഛൻ്റെ സന്തോഷം കണ്ടിട്ട് ഈ കല്യാണം വേണ്ട എന്ന് പറയാൻ പറ്റാതെ നിൽക്കുക. പക്ഷേ ഷോപ്പിങ്ങിന് മാത്രം ഒരു കുറവും പവിയും അന്നയും കാണിച്ചില്ല. അങ്ങനെ കല്യാണ ദിവസം എത്തി. എടി, എനിക്ക് ടോയ്ലറ്റിൽ പോകണം. നീ അല്ലടി ഇപ്പോൾ പോയിട്ട് വന്നേ. എടി, എനിക്ക് ഒടുക്കത്തെ പേടിയാടി. ഈ കല്യാണം വേണ്ട എനിക്ക്. എന്നാ പോയി കുമുവിനോട് പറ, ചെല്ല്. അത് വേണ്ട, എനിക്ക് അച്ഛൻ്റെ സന്തോഷം കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ല. ഞാനെങ്ങാനും ഇത് ചെന്ന് പറഞ്ഞ ആ സന്തോഷം പിന്നെ ഉണ്ടാവില്ല. അതിനെന്നെക്കൊണ്ട് വയ്യ. പവി, നീ എന്നെ നോക്കിക്കേ, ഇങ്ങോട്ട് നോക്ക്. എടി, നിനക്ക് ഈ കല്യാണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇവിടെ വരെ കാര്യങ്ങളെത്തി. ബാക്കി അങ്ങനെ തന്നെ പോകട്ടെ. എന്ത് വന്നാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും, പ്രോമിസ്. താങ്ക് യു അന്നേ. അത് പറഞ്ഞവൾ അന്നയെ കെട്ടിപ്പിടിച്ചു. ആഹാ, രണ്ടുപേരും ഇവിടെ ഇരിക്കാനോ? വായു, അമ്പലത്തിലേക്ക് പോകാം, ഗീതമ്മ എന്ന് പറഞ്ഞു. അമ്മേ, എന്താടാ? ഞാൻ പോണതിൽ അമ്മയ്ക്ക് വിഷമല്ലേ? ഗീതയുടെ കണ്ണപ്പോൾ തന്നെ നിറഞ്ഞു. ആ കണ്ണുനീരും ആരും കാണരുതെന്ന് വിചാരിച്ച് പാവം പിടിച്ചു വെച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഗീതയുടെ കണ്ണുകൾ നിയന്ത്രണമില്ലാതെ ഒഴുകി. എനിക്കറിയോ അമ്മേ, അമ്മ ഇങ്ങനെ ഓടി നടക്കുന്നത് വിഷമം മറക്കാൻ വേണ്ടിയാണ്. ഗീത അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ആ മതി മതി, ഇനി എൻ്റെ ഗീതക്കുട്ടി കരച്ചിൽ നിർത്തിക്കേ, ഇല്ലെങ്കിൽ ഞാൻ അപ്പയോട് പറഞ്ഞു കൊടുക്കും. ഇതേ സമയം നീലിൻ്റെ വീട്ടിൽ. മോനെ വാ. ദാ വരുന്നു അച്ഛാ. എൻ്റെ മോൻ സുന്ദരനായിട്ടുണ്ട്. ആ മതി മതി, ഇനി നമുക്ക് അമ്പലത്തിലേക്ക് പോകാം, ഗിരി പറഞ്ഞു. നീലിൻ്റെ വേഷം ഒരു വൈറ്റ് മെൻസിൻ കുർത്തയും പിന്നെ ഗ്രേ കളർ കര വൈറ്റ് മുണ്ടും ആരും നോക്കി പോകുമായിരുന്നു. അത്ര ലുക്കായിരുന്നു ചെക്കന്. ഇതേ സമയം പവി, എൻ്റെ കൃഷ്ണ, എൻ്റെ നടുവൊന്ന് ഒടിയും. അമ്മ ഇങ്ങ് വന്നേ, ആ അന്നയെയും വിളിച്ചോ. എന്നതാ മോളെ? അമ്മേ, എന്തിനാ ഇത്ര സ്വർണം? ഞാൻ വല്ലതും മലബാറിൻ്റെ പരസ്യം അഭിനയിക്കാനാണോ? പോരാത്തിന് ദേ ഹീല് ചെരുപ്പും. അയ്യോ, അത് കാണുമ്പോൾ തന്നെ ഞാൻ വീഴും. അതെ, ഈ ഹീല് മാറ്റി സാധാരണ ചെരുപ്പ് തരുമോ പ്ലീസ്?
ഒന്ന് മിണ്ടാതിരിക്കേ കൊച്ചേ. കുറേ നാൾ കഴിയുമ്പോൾ കല്യാണം ആൽബത്തിലൊക്കെ നിന്നെ കാണാൻ വല്ലതും നന്നായിട്ടിരിക്കണ്ടേ? അപ്പോൾ ഇതൊക്കെ വേണം. അതേടി പല്ലി, സോറി പവി, ഇതൊന്നും ഇല്ലെങ്കിൽ നിന്നെ കാണാൻ കാറ്റുപോയ ബലൂൺ പോലെ ഇരിക്കും. അതും പറഞ്ഞ് എന്നെ വയറും പൊത്തി ചിരിയോട് ചിരി. അതെ, കഴിഞ്ഞോ നിന്റെ ഡോഗ് ഷോ? എടി മരമാക്രി, നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഡോൺ കോൾ മീ പല്ലി, അണ്ടർസ്റ്റാൻഡ്? അയ്യോ ചോറി അല്ല സോറി. അമ്മേ ഒന്ന് മിണ്ടാതിരിക്കുക കൊച്ചേ, അവൾ അറിയാതെ പറഞ്ഞതല്ലേ. ഓഹോ, ഇപ്പോൾ ഇങ്ങനെ ആയോ? അല്ലെങ്കിലും എനിക്കത് വേണം. മതി മതി, വായു, അമ്പലത്തിലേക്ക് പോവാം, അച്ഛൻ വന്ന് പറഞ്ഞു. കണ്ടോ, എനിക്കെൻ്റെ അപ്പമുണ്ട്. വാടാ നമുക്കിറങ്ങാം. പിന്നെന്താ, ഇറങ്ങാലോ. കമോൺ എവരിബഡി, ഫോളോ മീ. അതെ, അവർക്ക് ദേ പോണു. നമ്മുടെ പവിയുടെ വേഷം ഒരു റെഡ് കാഞ്ചിപുരം പട്ടുസാരിയും അതിന് ചേർന്ന സ്വർണങ്ങളും. ശരിക്കും ആ കല്യാണ വേഷത്തിൽ അവളെ കാണാൻ സുന്ദരിയായിരുന്നു. പവിയുടെ വീട്ടിൽ നിന്ന് അധികം ആരുമില്ലായിരുന്നു. അച്ഛനും അമ്മയും അന്നയും ജോസും മേരിയും പോസ്റ്റ് ഓഫീസിലെ കുറച്ച് പേരും കുറച്ച് അയൽവാസികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീലിൻ്റെ വീട്ടിൽ നിന്ന് മാധവും പാർവമ്മയും ഗിരിയും മാധുവിൻ്റെ തറവാട്ടിൽ നിന്ന് അവൻ്റെ അമ്മാവനും അമ്മായിയും അവരുടെ മകനും പിന്നെ നീലിൻ്റെ മുത്തശ്ശിയും കുറച്ച് അയൽവാസികളും മധുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. പവിയും അവരുടെ വീട്ടുകാരും അമ്പലത്തിലെത്തി. പവിക്കാണേൽ ഒടുക്കത്തെ ടെൻഷനും.